മരണാസന്നനായ വ്യക്തിയുടെ ആത്മാക്കളെ ലക്ഷ്യമിട്ട് ചെകുത്താന്മാർ അടുത്തുകൂടുമെന്ന കാര്യം പരക്കെ അറിവുള്ളതാണല്ലോ. ഇത്തരം അവസരങ്ങളിൽ വ്യക്തികൾക്ക് ഭാഗ്യമരണം ലഭിക്കാൻ ഏറ്റവും ശക്തിയുള്ള പ്രാർത്ഥനയാണ് കരുണയുടെ പ്രാർത്ഥന. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകളിൽ നിന്നാണ് ഇക്കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കരുണയുടെ പ്രാർത്ഥന ചൊല്ലുന്ന നിമിഷങ്ങളിൽ മരണാസന്നനായ വ്യക്തിയുടെ സമീപം ഈശോയുണ്ടാകുമെന്ന് ഫൗസ്റ്റീന പറയുന്നു. മരണാസന്നനായ വ്യക്തിയുടെയും പിതാവായ ദൈവത്തിൻ്റെയും നടുവിലാണ് ഈശോ ഇത്തരം സന്ദർഭങ്ങളിൽ നിലയുറപ്പിക്കുന്നത്. എത്രയോ മഹത്തായ ഒരു ഭാഗ്യമാണിത്. പാപിയായ മനുഷ്യരെ മരണസമയത്തു പോലും ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്താൽ രക്ഷിച്ചെടുക്കാൻ ഈ പ്രാർത്ഥനയ്ക്ക് കഴിവുണ്ട്. പാപിയായ ഒരുവൻ്റെ മരണസമയത്തെ ഒരനുഭവവും വിശുദ്ധ പങ്കുവയ്ക്കുന്നുണ്ട്. അയാളുടെ ആത്മാവിനു വേണ്ടി ചെകുത്താന്മാർ വിലപേശിക്കൊണ്ടിരിക്കുന്ന സമയം സാത്താൻ തൻ്റെ ആത്മാവിനെ വലവീശി പിടിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി അയാൾ ഭയപ്പെട്ടു. പലവിധ ഭയങ്ങൾ അയാളെ വരിഞ്ഞു മുറുക്കി. വല്ലാത്തൊരു നിമിഷമായിരുന്നു അത്. അപ്പോഴാണ് വിശുദ്ധ ഫൗസ്റ്റീന കരുണയുടെ പ്രാർത്ഥന ചൊല്ലുന്നത്. അപ്പോൾ നാം ചിത്രങ്ങളിൽ കാണുന്നത് പോലെയുള്ള കരുണയുടെ ഈശോ പ്രത്യക്ഷപ്പെടുകയും അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ചുമപ്പും വെള്ളയും കലർന്ന പ്രകാശരശ്മികൾ പുറപ്പെടുകയും ചെയ്തു. ഈശോയുടെ ദിവ്യമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞതോടെ മരണാസന്നൻ ശാന്തനായി. അധികം വൈകാതെ അയാൾ ഭാഗ്യമരണം പ്രാപിക്കുകയും ചെയ്തു. ഈ അനുഭവം നമ്മോട് പറയുന്നത് മരണസമയത്തും മരണാസന്നരുടെ അരികിലിരുന്നും നാം കരുണയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമെന്നാണ്. ഈ ലോകത്തിൽ നാം എന്തെല്ലാം നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടമായാൽ എന്തു ഫലം? ഈശോയുടെ കരുണയാണല്ലോ നമ്മുടെ ആത്മാക്കളെ രക്ഷിച്ചെടുക്കുന്നത്.